ആൾക്കാരെ പറ്റിക്കുകയാണെന്നോ ഇടി കിട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ആഹാ. ഡയലോഗ് അടിച്ച് ഇത് കാണുന്ന ആൾക്കാർക്ക് സത്യമായ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന രീതിയിൽ അഭിനയം വാരി അങ്ങ് വെതറിയേക്കണം. ഓക്കെ ഓക്കെ സർ, മനസ്സിലായി. അത് ഞാൻ ഏറ്റു. അപ്പൊ നമുക്ക് ആ ഡയലോഗ് ഒന്ന് നോക്കാം. നോക്കാം. പിന്നെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? സ്ക്രിപ്റ്റ് എടുത്ത ഡയലോഗ് പെർഫോം ചെയ്യും. കൊമോൺ. ചെയ്യട്ടെ സർ. ഓക്കെ, പക്ഷെ നാച്ചുറൽ ആയിരിക്കണം. ആ. കേട്ടല്ലോ? ഓക്കെ സർ. ഫസ്റ്റ് ഡയലോഗ്. ആക്ഷൻ. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു അവതാരകനായിട്ടല്ല, മറിച്ച് ഒരു അനുഭവസ്ഥനായിട്ടാണ്. സുബൈർ ബഞ്ചിയിൽ നിന്നും എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അതിനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിൽപ്പല്ല, നിലനിൽപ്പാണെന്ന് കരുതി ആത്മാർത്ഥമായ ഡയലോഗ് പെർഫോം ചെയ്യണം. മാറിക്ക്, ഞാൻ കാണിച്ചുതരാം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു അവതാരകനായിട്ടല്ല, മറിച്ച് ഒരു അനുഭവസ്ഥനായിട്ടാണ്. കണ്ടോ? ഇതുപോലെ കൈയും മെയ്യും ഒക്കെ ഉപയോഗിച്ച് വേണം ഒരു കാര്യം ഫലിപ്പിക്കാൻ. മനസ്സിലായോ? അതെ സർ, ഈ കൈയും മെയ്യുമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഈ നാട്ടുകാർക്കൂടെ തോന്നിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ പറഞ്ഞ രണ്ടിനും ആയിരിക്കും പണി. അത് മറക്കണ്ട. അറിയാം സർ, എനിക്കത് നന്നായി ചെയ്യണം. ഞാൻ എന്താ വേണ്ടേ സാറ് പറ. ആദ്യം ഡയലോഗ് മനസ്സിൽ തറവാക്കണം. പിന്നെ കള്ളത്തരമാണെങ്കിൽ വിളിച്ചു പറയുന്നുള്ള ചിന്ത കളയുക. പിന്നെ കൈ മെയ്യാവണം. അല്ലാണ്ട് മേക്കോന്നിരുന്നാൽ മേടിച്ചു കൂട്ടും നാട്ടുകാരുടെ കയ്യിൽ നിന്ന്. പിന്നെ ആ ഡയലോഗ് പറയുന്ന സ്ഥലത്ത് വീട്ടുകാരുടെ കഷ്ടപ്പാടിന്റെ കാര്യം പറയുന്നിടത്ത് 1 സെന്റ് ആവണം. അത് ഈ കാണുന്നവരുടെ ഉള്ളിലേക്ക് കയറണം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ ഡയലോഗ് തറമാക്കണം അല്ലേ സർ? നാളെ ഡയലോഗ് നല്ല വെള്ളം പോലെ പഠിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടാ. ഓക്കെ സർ. അവന് സൂപ്പർ ബഞ്ച് എനിക്കൊരെണ്ണം തന്നേക്കണം. അത് ഈ റിക്വസ്റ്റ് അല്ല, ഓർഡർ. അല്ല സർ, ഒരു സംശയം. അല്ല സാറല്ലേ പറഞ്ഞത് ഇതൊക്കെ ആൾക്കാരെ കളിപ്പിക്കുന്ന സാധന, ഇതിനൊന്നും ചെയ്യാനുള്ള കഴിവില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ സാറിന് എന്നെ ബഞ്ചി ഒരെണ്ണം വേണമെന്ന്. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതോ? താനൊരു മലയാളിയാണോ ആനന്ദ്? നമ്മൾ മലയാളികൾ എല്ലാത്തിനെയും പരസ്യമായി എതിർക്കുകയും ഒത്തു കിട്ടിയാൽ കടം മേടിച്ചും അത് കൈക്കലാക്കുകയും ചെയ്യും. ഒരു മലയാളിയായി പിറന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അപ്പൊ മലയാളികളൊക്കെ മോശക്കാരാണെന്നാണോ പറയുന്നത്? അല്ല, മലയാളികൾ ഒട്ടും മോശക്കാരല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ല? ഇതാർക്കാണ് പാർസൽ? റോഷനാ? എനിക്ക് വന്നാണ് പൊട്ടിക്കലേ. ഇതാരാ നിനക്ക് ഇത്രയും വലിയ പാർസലൊക്കെ അയക്കാൻ? ക്ഷമയായിരിക്കും. ആർക്കാ ഇത്രയും വലിയ ക്ഷമ? ഇതാ മറ്റേ കക്ഷി, ടോണിയെ കരിവാരി തേച്ച ആ കക്ഷി. ഓ മൈ ഗോഡ്, ഇതിനകത്ത് നീ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ്സ് ആണോടാ? ഡയലോഗ് അധികം വേണ്ട, പൊളിക്കുമ്പോ കണ്ടാ മതി. പാത്രം ഗ്ലാസ് എല്ലാം കഴുകി, എല്ലാ പണിയും തീർന്നിരിക്കുക. വേണ്ട. ഇപ്രാവശ്യം വളരെ മൃഗീയായിട്ടാണല്ലോ. അയ്യോ, പിടിച്ചേ. കച്ചിലും കുപ്പിച്ചില്ല. എടാ വൃത്തി കെട്ടവനെ, ആ ഭാഷ തരൂ, ഞാൻ വായിക്കാം. എടാ വൃത്തിയിട്ടവനെ, ആവാസ, ചതിയ, വഞ്ചക, പട്ടി, നാറി, ടോണി, മര്യാദയ്ക്ക് കല്യാണം ചെയ്യാൻ പോയ എന്നെ വിളിച്ചു വരുത്തി വീണ്ടും മനസ്സ് മാറ്റിയ ദുഷ്ട, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. എനിക്കിപ്പോ എന്റെ ഭർത്താവാൻ പോകുന്നവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ അവനെ സ്നേഹിച്ച് കല്യാണം ചെയ്യുമടാ. നീ മൂക്കിക്കൂടി പല്ല് വന്ന് മൊരടിച്ച് നിന്നു പോകുമടാ, നോക്കിക്കോ എന്ന് എന്റെ ഭർത്താവിന്റെ സ്വന്തം ക്ഷമ, അഥവാ എന്റെ ഭർത്താവിന്റെ മാത്രം ക്ഷമ. എന്താണ് അതിന് വട്ടാണോ? അന്ന് മാപ്പ് പറയാൻ പോയിട്ട് വളച്ചൊടിച്ചല്ലേ. ഞാനെന്ത് ചെയ്യാനാ? അനുവിനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു. ആ പൊട്ടി വിചാരിച്ചത് അത് അവളെ കുറിച്ചാണെന്ന്. കൊടുത്താ കൊല്ലത്തും കിട്ടുന്നുള്ളതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ ഒന്ന് ശരിയാക്കിയിട്ട് വായിക്കാം. ശരിയടാ. എല്ലാരും പ്രോഗ്രാം കാണുന്നില്ലേ? എല്ലാരും ഇവിടെ ടി വിയുടെ മുമ്പ് തന്നെയാ. എന്നാ ശരിയടാ. ഓക്കെ, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. എവിടെ അവൻ? അവനാ കൊളുത്തുരാ സാറിന്റെ ഓഫീസിൽ ഇരുന്ന് കാണുക. അഭിനയം ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കാനാവും. അയാള് കളിപ്പീരാന്നാ തോന്നണേ. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അയാളോ രക്ഷപ്പെട്ടിട്ടില്ല. അയാളാ ഇവനെ സിനിമയെ കയറ്റാൻ പോകുന്നത്.
അതൊന്നും നീ പറയണ്ട, അവൻ നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, അവൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി അവൻ ശ്രമിക്കുന്നെങ്കിലുണ്ട്. നീയോ? അല്ല, അതിന് വല്ല ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ. ദേ അവന് പ്രോഗ്രാം തുടങ്ങി. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു അവതാരകനായിട്ടല്ല, മറിച്ചൊരു അനുഭവസ്ഥനായിട്ടാണ്. സുബേർ ബഞ്ചി എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഒരു കാലത്ത് നല്ല നിലയിൽ ജീവിച്ചിരുന്ന എന്റെ കുടുംബം കഴിഞ്ഞ കുറെ മാസങ്ങളായി കഷ്ടപ്പാടിലായിരുന്നു. കറവക്കാരനായിരുന്ന അച്ഛൻ കിടപ്പിലായതോടെ പശുക്കൾ ചത്തതോടെ ഞങ്ങൾ പട്ടിണിയിലായി. അപ്പോഴാണ് സുബേർ ബഞ്ചിയെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അയൽപ്പക്കത്തെ അസൂയക്കാരിയായ ആന്റി ഞങ്ങളെ കണ്ണുവെച്ചതാണ് ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് സുബേർ ബഞ്ചിയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അത്ഭുതമെന്ന് പറയട്ടെ സുഹൃത്തുക്കളെ, സുബേർ ബഞ്ചി എന്റെ വീട്ടിലേക്ക് വന്ന 3-ാം ദിവസം ആ ആന്റി മരിച്ചുപോയി. ഇന്നിപ്പോൾ ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു. സുബേർ ബഞ്ചിക്ക് ഞങ്ങളുടെ നന്ദി. സുബേർ ബഞ്ചി ഉമ്മ, താങ്ക് യു.